Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സോ ഇന്ന് നമ്മുടെ ഓണം എക്സാമിലെ ഫസ്റ്റ് ടേം എക്സാമില് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ആൻഡ് ഐ പ്രോമിസ് ഇന്ന് ഈ ഒരൊറ്റ ലൈവ് 1 hour കൂടുതൽ എന്ത് ചെയ്യില്ല, എക്സീഡ് ചെയ്യില്ല. സോ ഈ 1 hour ടൈം ലിമിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിപൊളിയായി സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വേണ്ടി പോവാണ്. ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ എൻ്റെ കൂടെ ഈ ലൈവിൻ്റെ അവസാനം വരെ വളരെ അറ്റൻറ്റീവായി ഉണ്ടാവുമോ എന്നുള്ളത് മാത്രമാണ്. സോ ഈ ലൈവ് കാണുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. വേറെ ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങൾ ഈ ലൈവ് കാണുന്നതെങ്കിൽ ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഫീഡ്ബാക്സിൽ പറയാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ റെഡി ആണെങ്കിൽ എല്ലാവരും ഈ ലൈവിന് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് I would like to ask you a few questions because this is going to be an interactive live. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. And this is not going to be that cliche live where നമ്മൾ ഇങ്ങനെ വന്നിട്ട് കാര്യങ്ങൾ ചുമ്മാ മലയാളത്തിൽ പറഞ്ഞു പോവാ. I am not here for that. Okay? Instead, we will have interaction. So ready ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. Yes. Do you know who she is? ഇതാരാണെന്നല്ല, ഇത് മിസ്റ്റർ ബീൻ ആണ്, നമുക്കറിയാം. ഡു യു നോ ഹൂ ഷീ ഈസ്? ഈ ലേഡിയുടെ പേരറിയോ നിങ്ങൾക്ക്? ഈ മുത്തശ്ശിയുടെ പേരറിയോ നിങ്ങൾക്ക്? അറിയുന്ന ആളുകളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ, ഹൂ ഇസ് ദാറ്റ് ലേഡി, ഹൂ ഇസ് ദാറ്റ് വുമൺ? യെസ്, ഹെർ നെയിം ഈസ് സെൽമ ലാഗർലോഫ്. എന്താണ് ഈ ലേഡിയുടെ പേര്? സെൽമ ലാഗർലോഫ് എന്നാണ്. ആൻഡ് ദാറ്റ് ബെക്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സർ, ഹൂ ഈസ് സെൽമ ലാഗർലോഫ്? ആരാണ് സെൽമ ലാഗർലോഫ്? ഞാൻ ആൻസർ പറയാം. സെൽമ ലാഗർലോഫ് വളരെ ഫേമസ് ആയ, പോപ്പുലറായ ഒരു സ്വീഡിഷ് റൈറ്ററാണ്. Okay, so Selma Lagerlöf was a Swedish novelist and storyteller, widely regarded as one of Sweden's greatest writers. സ്വീഡൻ ഇസ് എ യൂറോപ്യൻ കൺട്രി അല്ലേ? ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, സ്വീഡൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ്. സ്വീഡന്റെ ക്യാപിറ്റലിന്റെ പേര് സ്റ്റോക്ക്ഹോം എന്നാണ്. സോ സ്വീഡിഷുകാരിയായ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ആര്? സെൽമ Lagerlöf. And she was widely regarded as one of Sweden's greatest writers. സ്വീഡന്റെ ലിറ്ററേച്ചർ ഹിസ്റ്ററിയിലെ വളരെ ഫേമസ് ആയ, പോപ്പുലർ ആയ ഒരു റൈറ്ററാണ് സെൽമ ലാഗർലോഫ്. എല്ലാവരും കമന്റ് ബോക്സിൽ ഈ പേരൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും, എവ്രിബഡി, സെൽമ ലാഗർലോഫ്. എന്താണ് നമ്മുടെ റൈറ്ററിന്റെ പേര്? സെൽമ ലാഗർലോഫ് എന്നാണ്. And who is Selma Lagerlöf? Selma Lagerlöf was a popular Swedish writer. And she became the first woman to win Nobel Prize in literature. സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ ആദ്യമായി നൊബേൽ പ്രൈസ് കിട്ടിയ വുമൺ സെൽമ ലാഗർലോഫ് അല്ല, അത് ഇഫ് മൈ മെമ്മറി സെർവ്സ് മീ റൈറ്റ്, അത് മാഡം ക്യൂറിയാണ്. ലിറ്ററേച്ചറിൽ ആദ്യമായി നൊബേൽ പ്രൈസ് കിട്ടിയ ലേഡിയുടെ പേര്, വുമന്റെ പേര് സെൽമ ലാഗർലോഫ് എന്നാണ്. റിസീവിംഗ് ദ അവാർഡ് ഇൻ 1909 ഫോർ ഹർ ഔട്ട്സ്റ്റാൻഡിംഗ് ലിറ്റററി വർക്ക്. സോ ബിഫോർ വി ആർ ജമ്പിംഗ് ഇൻ ടു ദ ചാപ്റ്റർ, ഐ വുഡ് ലൈക്ക് യു ടു റിമെമ്പർ ദ നെയിം സെൽമ ലാഗർലോഫ്, ഹെർ നാഷണാലിറ്റി, ആൻഡ് the fact that she was the first woman to be awarded the Nobel Prize for Literature. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ആൻഡ് ക്യാൻ ഐ ഹാവ് എ തംസ് അപ്പ് ഇൻ ദ കമന്റ് ബോക്സ്? എല്ലാവരും ഒരു കുഞ്ഞു തംസ് അപ്പ് കമന്റ് ബോക്സിൽ തന്നെ ഈ കാര്യം മനസ്സിലായെങ്കിൽ. ആൻഡ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഷാൽ വി എസ്കേപ്പ് ടു പാരഡൈസ് വിത്ത് സെൽമ ലാഗർലോഫ് ഫോർ എ ലിറ്റിൽ വൈൽ? കുറച്ച് നേരത്തേക്ക് നമുക്ക് എങ്ങോട്ട് പോവാം? സെൽമ ലാഗർലോഫിന്റെ കൂടെ ഒന്ന് പാരഡൈസ് വരെ പോയിട്ട് വരാം, ഒന്ന് സ്വർഗത്ത് വരെ പോയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. സോ നിങ്ങൾ എൻ്റെ കൂടെ ജേർണിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ? നാച്ചു സാർ എന്തായാലും സെൽമ ലാഗർലോഫിന്റെ കൂടെ, ഈ മുത്തശ്ശിയുടെ കൂടെ ഒന്ന് പാരഡൈസ് വരെ പോകുന്നുണ്ട്. സോ ഐ യു കമ്മിങ് വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ യെസ് സാർന്നോ, ഓക്കെ സാർന്നോ, റെഡി സാർന്നോ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്കൊന്ന് പാരഡൈസ് വരെ പോകും. ആൻഡ് വാട്ട് ഈസ് പാരഡൈസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? സ്വർഗമാണ്. ഐ ഡോണ്ട് നോ വെദർ ദർ ഇസ് എ പാരഡൈസ് ഓർ നോട്ട്, പക്ഷേ ഫോർ ദ ടൈം ബീങ് നമ്മൾ വിശ്വസിക്കുകയാണ് പാരഡൈസ് എന്ന് പറഞ്ഞ, സ്വർഗം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സെൽമ ലാഗർലോഫിന്റെ കൂടെ ഒന്ന് പാരഡൈസ് വരെ പോവാണ്.
ഓക്കെ ആണല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പാരഡൈസിൽ പോകുന്ന നമുക്കിങ്ങനെ ഡയറക്റ്റ് പോകാൻ പറ്റില്ല. പാരഡൈസിൽ പോകുന്നതിന് മുമ്പ്, താങ്ക് യു എവ്രിബഡി ഫോർ ദി റെസ്പോൺസ് ഇൻ ദ കമന്റ് ബോക്സ്. പാരഡൈസിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ ചാപ്റ്റർ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന, നമ്മൾ ഇന്ന് സിസ്റ്റമാറ്റിക് ആയി മനസ്സിലാക്കാൻ പോകുന്ന ചാപ്റ്റർ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ചാപ്റ്റർ നമ്പർ 2, ക്ലാസ് 9 സ്റ്റേറ്റ്. സോ വാട്ട് ഡു യു മീൻ ബൈ ഡെറ്റ്? It is pronounced as debt, not debt. The B is silent. Okay, while pronouncing the word, B is silent. So it is debt of gratitude. So when you're translating that into Malayalam, it becomes something like കൃതജ്ഞതയുടെ, നന്ദിയുടെ കടം, നന്ദിയുടെ കടപ്പാട് അല്ലെ. ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കടം, കടപ്പാട് എന്നൊക്കെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞത എന്നൊക്കെയാണ്. ഇത് എന്താണ് ഈ പറഞ്ഞ ടൈറ്റിൽ മീൻ ചെയ്യുന്നത്, അത് സിംപലൈസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആസ് വി മൂവ് ഫർദർ. ആൻഡ് ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആർ യു ഫെമിലിയർ വിത്ത് ദിസ് പ്ലേസ്? Maybe you can identify the place with the flag on my back, okay? Like നിങ്ങളൊരു ഫുട്ബോൾ enthusiast ഒക്കെ ആണെങ്കിൽ you can easily identify the flag. You can easily identify the place. Anybody? Which is this country or which is this place specifically? യെസ്, ഇത് ഏതാ രാജ്യം എന്ന് കുറെ പേര് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് ഈ പറയുന്ന മാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് സ്വീഡൻ. ഇത് സ്വീഡന്റെ നാഷണൽ ഫ്ലാഗ് ആണ്. ആൻഡ് ഈ സ്ഥലം, ഈ പ്ലേസ് സ്പെസിഫിക്കലി എവിടെയാണ്? സ്റ്റോക്ക്ഹോം ആണ്. എവിടെയാണ്? സ്റ്റോക്ക്ഹോം ആണ്. ദിസ് ഈസ് സ്റ്റോക്ക്ഹോം, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സ്വീഡൻ. സ്വീഡൻ എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രിയുടെ തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ, എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് സ്വീഡനിന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോം ആണ്. ആൻഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ദിസ് ഈസ് സ്വീഡിഷ് അക്കാദമി. ഇതെവിടെയാണ്? സ്വീഡിഷ് അക്കാദമിയാണ്. സ്വീഡിഷ് അക്കാദമിയിൽ വെച്ചിട്ടാണ് ഈ നൊബേൽ പ്രൈസ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, സമ്മാനിക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. സ്വീഡനിലെ സ്വീഡിഷ് അക്കാദമിയിൽ, സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോവാണ്. നോക്കൂ, the first subtopic you should remember is journey to Stockholm. So before visiting paradise, we need to go to Stockholm. നമ്മൾ എവിടേക്ക് പോവാണ്? സ്റ്റോക്ക്ഹോമിലേക്ക് പോവാണ്. റാദർ നമ്മുടെ ഓഥർ എങ്ങോട്ടേക്ക് പോവാണ്? സ്റ്റോക്ക്ഹോമിലേക്ക് പോവാണ്. ആൻഡ് ഡു യു റിമെമ്പർ ദ നെയിം ഓഫ് ദി ഓഥർ? ഈ ചാപ്റ്ററിലെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിലെ ഓഥറിന്റെ പേരെന്താ? യെസ് പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സെൽമ ലാഗർലോഫ്. എക്സാക്ട്ലി, സെൽമ ലാഗർലോഫ്. ആൻഡ് വാട്ട് ഡു യു നോ അബൌട്ട് സെൽമ ലാഗർലോഫ്? യെസ്, Selma Lagerlöf was a famous Swedish writer and she was the first woman to receive Nobel Prize Nobel Prize in Literature. Right. So Selma Lagerlöf, adana ividuthe author ennu parayunnu. So who is the author of the story? Who is the narrator of the story? Both. Selma Lagerlöf ആണ്. രണ്ടുമാരാണ്. Selma Lagerlöf ആണ്. The author travels by train to Stockholm to receive Nobel Prize in Literature. So Selma Lagerlöf was awarded the prestigious Nobel Prize in Literature and she was traveling to Stockholm to receive the Nobel Prize. നമുക്കറിയാം സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയിൽ വെച്ചിട്ടാണ് എന്ത് കൊടുക്കുക, എന്ത് പ്രസന്റ് ചെയ്യാം? നൊബേൽ പ്രൈസ് പ്രസന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഓഥർ, നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് 1909 നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ് ലിറ്ററേച്ചറിൽ. ആൻഡ് ഷി വാസ് ട്രാവലിംഗ് ടു സ്റ്റോക്ക്ഹോം ടു റിസീവ് ദ നൊബേൽ പ്രൈസ് in literature. She remembers that her previous visit to Stockholm were for difficult examination. നമുക്കറിയാം ഈ സെൽമ ലാഗർലോഫ് ഒരു സ്വീഡിഷ് വുമൺ ആണ്. ആൻഡ് ഷീ ഹാഡ് ട്രാവൽ ടു സ്റ്റോക്ക്ഹോം മൾട്ടിപ്പിൾ ടൈംസ്. പക്ഷെ ആ സമയത്തൊക്കെ പുള്ളിക്കാരത്ത് ട്രാവൽ ചെയ്തിരുന്നത് ഇതുപോലെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഒക്കേഷന് വേണ്ടി ആയിരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസ്, പരീക്ഷകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് പറയുന്നത് ഷി റിമെമ്പേഴ്സ് ദ പ്രീവിയസ് വിസിറ്റ്സ് ടു സ്റ്റോക്ക്ഹോം were for difficult examination. She feels both happy and nervous about receiving such a great honor. നോക്കൂ, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് അവാർഡ്സ് ഇൻ ദ വേൾഡ്.
അല്ലേ? അതൊരു കുഞ്ഞ് അവാർഡൊന്നും അല്ല. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ അസംബ്ലിയിൽ നമുക്ക് കഥാരചനയ്ക്ക് അവാർഡ് കിട്ടുന്ന പോലെയൊന്നും അല്ല നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് അവാർഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സോട്ട് ആഫ്റ്റർ അവാർഡ്സ് ഇൻ ലിറ്ററേച്ചർ ഇൻ ദ വേൾഡ്. സോ അങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഷീ ഫീൽസ് happy, she feels happy, she feels proud, she feels super excited, but at the same time she is kind of nervous. അതേ സമയത്ത് നമ്മുടെ സെൽമ ലാഗർലോഫ്, ഓഥർ, നറേറ്റർ, കുറച്ച് നെർവസ് കൂടെയാണ്, കുറച്ച് ടെൻസ്ഡ് ആണ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കുറച്ച് ആശയക്കുഴപ്പത്തിലാണ്, കുറച്ച് എന്താ പറയുക, ഒരു ആശങ്കയൊക്കെ ഉണ്ട്. അത് എന്തിനാന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ ക്യാൻ ഐ ഹാവ് എ തംസ് അപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇത് നിങ്ങൾ ഏത് കാലത്ത് കാണുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഈ ലൈവിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. മൂവിങ് ഓൺ. സോ വി ആർ ട്രാവലിംഗ് ടു സ്റ്റോക്ക്ഹോം. നമ്മളല്ല, സെൽമ ലാഗർലോഫ് നമ്മളും കൂടെ പോകുന്നുണ്ട് ഇവിടെ. ഓക്കെ, മിസ്സിങ് ഹർ ഫാദർ. എങ്ങനെയാണ് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ട് അച്ഛനെ മിസ് ചെയ്യുന്നത്? The author thinks of her family members who will be happy about her success. ഉറപ്പായിട്ടും ഇതുപോലൊരു വലിയ ഓണർ റിസീവ് ചെയ്യുന്ന സമയത്ത് all her family members will be super proud of her achievement. So she thought about each and every one of her family members who would be happy about her success. And the author is glad that her mother is alive to share her joy. The author is glad that, the author is happy that her mother is alive to share her joy. So അവളുടെ ഈ ഹാപ്പിനെസ്, അവളുടെ ഈ ജോയ് പങ്കുവെക്കാൻ അവളുടെ അമ്മ കൂടെ ഉണ്ട്, അവളുടെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ she was very happy. But at the same time something is making her sad. എന്തോ ഒന്ന് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? സങ്കടപ്പെടുത്തുന്നുണ്ട്. Then she thinks about her father. എന്നാൽ പിന്നീട് അവൾ അവളുടെ ഫാദറിനെ കുറിച്ച്, അവളുടെ ലവിങ് അഡോറബിൾ ഫാദറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഹു ഈസ് നോ ലോങ്ങർ അലൈവ്. ഹു ഈസ് നോ ലോങ്ങർ അലൈവ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇരിപ്പില്ല. ഹു ഈസ് നോ ലോങ്ങർ അലൈവ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇരിപ്പില്ല. ഷീ ഫീൽസ് സാഡ് ബിക്കോസ് ഷീ കനോട്ട് ടെൽ ഹിം ദാറ്റ് ഷീ ഹാസ് വൺ ദ നൊബേൽ പ്രൈസ്. അല്ലെ, ഹാസ് വൺ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഷീ ഹാസ് വൺ ദ നൊബേൽ പ്രൈസ്. അവൾ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ അച്ചീവ്മെന്റ് ന്യൂസ് അവൾക്ക് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അവളുടെ അച്ഛനോട്, ഫാദറിനോട്, ഹു വാസ് വെരി ക്ലോസ് ടു ഹർ, അല്ലെ, പങ്കുവെക്കാൻ പറ്റുന്നില്ല. സോ ഷീസ് കൈൻഡ് ഓഫ് നെർവസ്, സാഡ്. ഷീ ഇമാജിൻസ് ദാറ്റ് നോ വൺ വുഡ് ഹാവ് ബീൻ ഹാപ്പിയർ ദാൻ ഹർ ഫാദർ. അവൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഓർക്കുകയാണ്, എന്താ, നോ വൺ വുഡ് ഹാവ് ബീൻ മോർ ഹാപ്പിയർ ദാൻ ഹർ ഫാദർ. ബാക്കി എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, പക്ഷേ എൻ്റെ അച്ഛനേക്കാൾ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. നോ വൺ വുഡ് ഹാവ് ബീൻ ഹാപ്പിയർ. ആരും ഹാപ്പി ആയിരിക്കില്ല ദാൻ ഹർ ഫാദർ. എന്ന് പറഞ്ഞാൽ അവളുടെ ഈ അച്ചീവ്മെന്റിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ളത്, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾ ആരായിരിക്കണം? അച്ഛനായിരുന്നേനെ. ഇഫ് ഹി വാസ് അലൈവ്. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. ബട്ട് ഹീസ് നോ ലോങ്ങർ അലൈവ്. അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല, മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇവിടെ മുതലാണ് ഈ ചാപ്റ്റർ നമ്മൾ എന്താ പറയുന്നത്, ഒരു മാജിക്കൽ റിയലിസം എന്നൊക്കെ നമ്മൾ ലിറ്ററേച്ചറിൽ പറയും. മാജിക്കൽ റിയലിസം ഈസ് എ ലിറ്റററി ടെക്നിക് ഇൻ വിച്ച് റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി ആർ ബ്ലെൻഡഡ്. റിയാലിറ്റിയും ഫാൻറ്റസിയും എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഫൈൻ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി ഇസ് വെരി തിൻ. സോ അങ്ങനെ ഒരു മിക്സിങ്, ഒരു മാജിക്കൽ റിയലിസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കടക്കാൻ വേണ്ടി പോവാണ്. ബിക്കോസ് ഷീസ് മിസ്സിംഗ് ഹർ ഫാദർ. He's no longer alive, but she desperately wanted to communicate this with her father. നോക്കൂ, meeting her father in paradise. As the train moves quietly, she begins to daydream about meeting him in paradise. So നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത്, നമുക്ക് ഈ പറയുന്ന ട്രെയിനിലെ ആംബിയൻസ്, അതിൻ്റെ ലൈറ്റിംഗ്, അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. സോ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടംപ്ലേറ്റ് ചെയ്യാന്ന് പറയും, പോണ്ടർ ചെയ്യാന്ന് പറയും, അല്ലെ? നമ്മൾ തിങ്കിങ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് കണ്ടംപ്ലേറ്റ്, പോണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുക? ചിന്തിക്കുക എന്നാണ്. സോ ആസ് ദ ട്രെയിൻ മൂവ്സ് ക്വയറ്റ്ലി ഷീ ബിഗിൻസ് ടു ഡേ ഡ്രീം അബൌട്ട് മീറ്റിംഗ് ഹിം ഇൻ പാരഡൈസ്. അവൾ എന്ത് ചെയ്യാണ്? അവൾ ഡേ ഡ്രീം ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. ഡേ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാസ്വപ്നം കാണുക എന്നാണ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, ചില ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളും ദിവാസ്വപ്നം കാണാറുണ്ട്, അല്ലേ? സോ അതുപോലെ ഇവിടെ നമ്മുടെ
സെൽമ ലാഗർലോഫ് ഓതർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള, കുറച്ചുകൂടെ വിവിഡ് ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ഡ്രീമിലേക്ക്, ദിവാസ്വപ്നത്തിലേക്ക് പോവാണ്. നോക്കൂ, ഇൻ ഹെർ ഡ്രീം ഹെർ ഫാദർ വെൽക്കംസ് ഹെർ വിത്ത് ലവ്. ഇൻ എ ഡ്രീം, അവളുടെ സ്വപ്നത്തിൽ അവളുടെ അച്ഛൻ പാരഡൈസിൽ വളരെ സ്നേഹത്തോടുകൂടെ വാംലി, ഊഷ്മളമായി ആരെ വെൽക്കം ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓഥറിനെ, സെൽമ ലാഗർലോഫിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. He asks whether everything is all right. അച്ഛൻ മകളെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, മോളെ എല്ലാം ഓക്കെ അല്ലടാ, എല്ലാം ഓക്കെ അല്ലടാ, ശരിയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? അച്ഛൻ ചോദിക്കുന്നുണ്ട്. The author says everything is fine. സെൽമ ലാഗർലോഫ് പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ, എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. So is this reality? Yes or no? No, this is not reality. This is not real. This is fantasy. This is the daydream of Selma Lagerlöf. This is a figment of imagination of Selma Lagerlöf. But at one point of time, as readers, വായനക്കാരെന്ന രീതിയിൽ നമ്മൾ എന്താവാണ്? കൺഫ്യൂസ്ഡ് ആവുകയാണ്. കാരണം റിയാലിറ്റിയിൽ നിന്ന്, ആ ട്രെയിൻ ജേർണിയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് നടക്കുവാണ് അല്ലെ. നമ്മൾ ആ ട്രെയിൻ ജേർണിയിൽ നിന്ന്, സ്റ്റോക്ക്ഹോമിലേക്കുള്ള യാത്രയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തെറിയപ്പെടുകയാണ്? പാരഡൈസിലേക്ക്, വേർ Selma Lagerlöf is conversing with her beloved father. സോ അവിടെ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട് ആര് സംസാരിക്കുകയാണ്? സെൽമ ലാഗർലോഫ്. നമുക്കറിയാം ഇതൊരു ഡേ ഡ്രീം ആണെന്ന്, ബട്ട് സ്റ്റിൽ എവിടെയോ നമുക്ക് തോന്നുകയാണ് ഇത് റിയൽ ആവും, അല്ലെങ്കിൽ ഇത് റിയൽ ആണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ആൻഡ് instead of telling him about the Nobel Prize, she says that she has come to ask for advice. So initially she didn't reveal the news. ഇനീഷ്യലി സെൽമ ലാഗർലോഫ് എന്ത് ചെയ്യുന്നില്ല? തനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന ന്യൂസ് എന്ത് ചെയ്യുന്നില്ല? റിവീൽ ചെയ്യുന്നില്ല, അച്ഛനോട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഷീ സേസ് ദാറ്റ് ഷീ ഹാസ് കം ടു ആസ്ക് ഫോർ ഹിസ് അഡ്വൈസ്. ഞാൻ അച്ഛൻ്റെ കുറച്ച് ഉപദേശത്തിന് വേണ്ടി വന്നതാണ്, അഡ്വൈസിന് വേണ്ടി വന്നതാണ്. എന്ത് കാര്യത്തിലാണ് മകൾ അച്ഛനോട് അഡ്വൈസ് ചോദിക്കുന്നത്? നമുക്ക് നോക്കാം. ഷീ ടെൽസ് ഹിം ദാറ്റ് ഷീ ഈസ് ഹെവിലി ഇൻ ഡെറ്റ്. She tells him that അവള് അദ്ദേഹത്തോട് പറയാണ് എന്ത്? She is heavily in debt. ഞാൻ വലിയ കടത്തിലാണ്. ഹെവിലി ഇൻ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കടത്തിലാണ്. ഞാൻ ആളുകളോട് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യങ്ങളിൽ കടപ്പെട്ടിട്ടുണ്ട്, കടത്തിലാണ്. ബട്ട് നോട്ട് ബിക്കോസ് ഓഫ് മണി. ഷീസ് മേക്കിംഗ് ഇറ്റ് ക്ലിയർ. എനിക്ക് ആളുകളോട് കടമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ കടം എന്ന് പറയുമ്പോൾ നമ്മളതിനെ കണക്ട് ചെയ്യുന്നതുമായിട്ടാണ്, മണിയുമായിട്ടാണ്, പൈസയുമായിട്ടാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പൈസ കൊടുക്കാനുള്ള കടമല്ല, പൈസ കൊടുത്തു തീർക്കാനുള്ള കടമല്ല, സിംബോളിക് ആയിട്ടുള്ള കടമാണ് അല്ലേ. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ. നമ്മളെല്ലാവരും നമ്മുടെ പാരൻസിനോട് ഇൻഡെറ്റഡ് ആണ്, നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ, നമ്മൾ 9 മാസം വയറിൽ ചുമന്ന് നടന്നതിന് നമ്മളൊരു ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നതാണോ? ഇല്ല. അമ്മ എന്നെ എത്ര മാസമാണ് ചുമന്നത്? 9 മാസം. ഓക്കെ, ശരി. 9 മാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൽ ആദ്യത്തെ ഒരു 3 മാസം ഞാനൊരു പെർ മന്ത് 10,000 വെച്ച് അമ്മയ്ക്ക് തരാം. പിന്നത്തെ 6 മാസം ഞാനൊരു 8,000 വെച്ച് തരാം. സോ 30,000, 6 × 8 48, ഒരു 78,000 ഞാൻ തരാം. അങ്ങനെയാണോ? അല്ല. ആ കടങ്ങൾ ചില ആളുകളോട്, ചില മനുഷ്യരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ടീച്ചറിനോട്, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടിനോട്, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട റിലേറ്റീവിനോട്, നിങ്ങളുടെ പാരൻസിനോട് യു ആർ ഇൻഡെപ്റ്റഡ്. പക്ഷെ അങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യു ഡോണ്ട് ഓ ദ മണി, ഇൻസ്റ്റഡ് യു ഓ ദം വേറെ കുറെ കാര്യങ്ങൾ. അത് ആ കടമെന്ന് പറയുന്നത് സിംബോളിക്കാണ്. യെസ് ഓർ നോ? ആ കടമെന്ന് പറയുന്നത്, ആ ഡെറ്റ് എന്ന് പറയുന്നത് സിംബോളിക്കാണ്. അവിടെ കടമെന്ന് പറയുന്നത് പൈസ കൊടുത്ത് തീർക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് നാച്ചുറൽ സ്മൈലി കമന്റ് ബോക്സിൽ തന്നെ. യെസ്, നോക്കോളൂ. ഹെർ ഡെറ്റ് ടു ഹെർ ഫാദർ. സോ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. മൾട്ടിപ്പിൾ ഡെറ്റ്സിനെ കുറിച്ച് ആര് സംസാരിക്കുന്നുണ്ട്? സെൽമ ലാഗർലോഫ് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് വൺ ഓഫ് ദം സെപ്പറേറ്റ്ലി. ബിക്കോസ് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഹാവ് എ ക്ലാരിറ്റി. അല്ല, ചുമ്മാ ഒരു കുഞ്ഞ് സമ്മറി മാത്രം പഠിച്ചു പോയിട്ട് മേ ബി ഐ ആം അഫ്രൈഡ് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ഇൻ ദ എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവാണ്. നോക്കൂ. ഹെർ ഡെറ്റ് ടു ഹെർ ഫാദർ. The author says she owes a great debt to her father. Author പറയുന്നുണ്ട്, thank you so much. Thank you everybody for the natural smiley. The author says she owes a great debt to her father.
സെൽമ ലാഗർലോഫ് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ നിങ്ങളോട് വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വലിയ രീതിയിൽ നിങ്ങളോട് എന്തിട്ടുണ്ട്, കടപ്പെട്ടിട്ടുണ്ട്. ഷി വാസ് എ ഗ്രേറ്റ് ഡെറ്റ് ടു ഹർ ഫാദർ. വൈ? എന്തു പറ്റി? അച്ഛൻ എന്തോ സൈക്കിളോ കാറോ മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തോ? അല്ല. ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. നോക്കൂ, he introduced her to music, books, fairy tales and stories of heroes. It is her father who nourished the reading habit, the writing habit in her daughter. So അവളുടെ ആ പറയുന്ന കൊച്ചു കൊച്ചു എന്താ പറയുക, എഴുതാനുള്ള, വായിക്കാനുള്ള, കഥകൾ കേൾക്കാനുള്ള ആ ആപ്റ്റിറ്റ്യൂഡ് നറിഷ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? തൻ്റെ ഫാദറാണ്. സോ ഹിയർ ടുഡേ ഐ ആം എ നോബൽ ലോറിയേറ്റ്. ഇപ്പം ഞാൻ ആരാണ്? ഞാനൊരു നോബൽ ലോറിയേറ്റ് ആണ്. എന്താണ് ഈ ലോറിയേറ്റ് എന്ന് പറഞ്ഞാൽ? നോബൽ സമ്മാന ജേതാവ് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാം? നോബൽ ലോറിയേറ്റ് എന്നാണ് പറയാം. എന്താ പറയാ? നോബൽ ലോറിയേറ്റ് എന്നാണ് പറയാം. സോ ഇപ്പൊ നമ്മുടെ സെൽമ ലാഗർലോഫ് ആരാണ്? ഒരു നോബൽ ലോറിയേറ്റ് ആണ്. പക്ഷെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അച്ഛൻ എന്നിൽ കാണിച്ച ഇൻട്രസ്റ്റിലാണ്. നോക്കൂ, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹർ. അദ്ദേഹമാണ് അവൾക്ക് മ്യൂസിക്കും ബുക്സും ഫെയറി ടെയിൽസും ഈ അത്ഭുത കഥകൾ, മാജിക്കൽ സ്റ്റോറീസ് ഒക്കെ അല്ലെങ്കിൽ ഹീറോസിന്റെ കഥകളൊക്കെ എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ വായിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആര് ചെലുത്തിയിട്ടുണ്ടാവും? നമ്മുടെ പാരൻസ് അല്ലെ? വായിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് അറിയാം. ആൻഡ് ദീസ് എക്സ്പീരിയൻസസ് മെയ്ഡ് ഹെർ ലവ് ലിറ്ററേച്ചർ. ദാറ്റ് ഈസ് ഹൗ ഷീ സ്റ്റാർട്ടഡ് ലവിങ് ലിറ്ററേച്ചർ. അങ്ങനെയാണ് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? സാഹിത്യത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ദ റൂട്ട് കോസ് ഈസ് എ ഫാദർ ഓർ വാസ് എ ഫാദർ, ബിക്കോസ് he was the one who introduced her to the world of letters, to the world of books, to the world of literature. And that is why she says she owes a great debt to her father. Her father is happy that he helped her in this way. So അച്ഛന് വലിയ സന്തോഷമാവുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മകളെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് അവൾ അക്നോളജ് ചെയ്യുന്ന സമയത്ത് അത് അച്ഛന് വലിയ സന്തോഷം കൊടുക്കുന്നുണ്ട്. ആൻഡ് her debt to other people and nature. It is not only her father but also a number of people who contributed her liking towards literature. ആരൊക്കെയാണത്? The author says she also owes a debt to the traveling singers. അല്ലെ, നമ്മൾ ഈ നാടോടികൾ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. യൂറോപ്പിലേക്ക് ആ കാലത്ത് ട്രാവലിംഗ് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. സോ ഈ ട്രാവലിംഗ് സിംഗേഴ്സ് അവളുടെ ലിറ്ററേച്ചറിനെ, അവളുടെ റൈറ്റിങ്ങിനെ, അവളുടെ മ്യൂസിക്കൽ ക്വാളിറ്റിയെ, അവളുടെ ലിറ്ററേച്ചറിലെ ആപ്റ്റിറ്റ്യൂഡിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ ട്രാവലിംഗ് സിംഗേഴ്സ്, നാടോടികൾ. പിന്നെയോ സ്റ്റോറി ടെല്ലേഴ്സ് ഹു ഇൻസ്പയർഡ് ഹർ. ഇവരൊക്കെ ഈ പറയുന്ന നാടോടികൾ, കഥ പറഞ്ഞ് പാട്ടുപാടി നാട് നീളെ നടക്കുന്ന മനുഷ്യരൊക്കെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഷീ താങ്ക്സ് ദ ഓൾഡ് മെൻ ആൻഡ് വിമൻ ഹു ടോൾഡ് us സ്റ്റോറീസ് അബൌട്ട് മാജിക്കൽ ക്രീച്ചേഴ്സ്. അല്ലെ, നമ്മൾ ഈ ഫാൻറ്റസിയുടെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ലോകമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറച്ചുകൂടി ഇമാജിനേറ്റീവ് ആയിരുന്നു. ഡോണ്ട് യു തിങ്ക് സോ? വെൻ വി വർ ചിൽഡ്രൻ വി വർ ഇമാജിനേറ്റീവ്. ബട്ട് ആസ് വി ഗ്രോ ഓൾഡ് we become critical, we became logical, we became boring people. Don't you think so? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ have you ever heard about the word കോക്കാച്ചി? നിങ്ങൾ എപ്പോഴെങ്കിലും കോക്കാച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോക്കാച്ചിയെ കുറിച്ച് കേട്ട ആളുകളൊക്കെ ഒരു തംസപ്പ് തന്നെ കമന്റ് ബോക്സിൽ. കോക്കാച്ചി. When I was a child, I used to believe the concept of കോക്കാച്ചി. When I was a child, I used to believe in the existence of a creature called കോക്കാച്ചി. Maybe നിങ്ങളുടെ നാട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരായിരിക്കും. കോക്കാച്ചി എന്ന് പറയുന്ന ഒരു ജീവിയില്ല. കോക്കാച്ചി എന്ന് പറയുന്നത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു അല്ലെ, കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ, കുട്ടികൾ ഉറങ്ങാത്തപ്പോൾ, കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പാരൻസ് പറയുന്ന ഒരു കള്ളക്കഥയാണ്, പാരൻസ് പറയുന്ന ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ് കോക്കാച്ചി എന്ന് പറയുന്നത്. ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഈ ടെർമിനോളജി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ശരിയല്ലേ? അല്ലെ, വെള്ളാട്ടപ്പോക്കർ എന്ന് പറഞ്ഞൊരു വെള്ളാട്ടപ്പോക്കർ, അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരുന്നു. നമ്മൾ ഈ പറയുന്ന ഫാൻറ്റസി സ്റ്റോറീസ്, ഹീറോയിക് സ്റ്റോറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. വി യൂസ് ടു ബിലീവ് ബിക്കോസ് വി വർ സോ ക്രിയേറ്റീവ് ഇൻ ദോസ് ഡേയ്സ്. ആൻഡ് നിങ്ങൾ ഒരിക്കലും ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല അല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയാണ്, ദാ ഭക്ഷണം കഴിച്ചോ, കോക്കാച്ചി വന്ന് പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഹാവ് യു എവർ
reply to your mother like, Amma, according to Darwin's theory of evolution, Kokachi is a non-existent being. So don't you dare threaten me using the word Kokachi. You never said that. നിങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല അല്ലേ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം കോക്കാച്ചി എന്ന് പറഞ്ഞൊരു ജീവജാലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് കോക്കാച്ചിയുടെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചു പറഞ്ഞിട്ടില്ല. The moment your mother said, ഡാ കോക്കാച്ചി വരും കഴിച്ചോ, കോക്കാച്ചി വരും ഞാൻ കഴിച്ചോളാം, റൈറ്റ്? സോ നമ്മൾ ഇമാജിനേറ്റീവ് ആയിരുന്നു, ഭയങ്കര ആ കഥകളൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഭയങ്കര ബോറൻ മനുഷ്യന്മാരായി തീർന്നത് അല്ലേ? ഇനി നോക്കൂ, she thanks to the old men and women who told her stories about magical creatures. അവളോട് മാജിക്കൽ ക്രീച്ചേഴ്സിന്റെ കഥ പറഞ്ഞ മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടൊക്കെ അവൾ വളരെ താങ്ക്ഫുൾ ആണ് കേട്ടോ. She says that nature also inspired her. അല്ലേ? ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, നമ്മുടെ ചുറ്റുമുള്ള നാച്ചർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻസ്പയർ ചെയ്യാറുണ്ട്. കഥകൾ എഴുതാൻ, കവിതകൾ എഴുതാൻ. പക്ഷെ അത് എല്ലാവരെയും ഇൻസ്പയർ ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പൂ വീണ് കിടക്കുകയാണ്, ഒരു ഫ്ലവർ ഇങ്ങനെ ഞെട്ടറ്റ് വീണ് കിടക്കുമ്പോൾ ആ പൂവ് താഴെ വീണ് കിടക്കുന്നു. ഇതേ പൂവ് വീണത് ആര് കണ്ടപ്പോൾ? കുമാരനാശൻ കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ രാജ്ഞി കടക്കി എന്ന് പറഞ്ഞ ആ വീണ പൂവ് എന്ന് പറഞ്ഞ കാവ്യം എഴുതി. ഇറ്റ് ഡിപ്പെൻഡ്സ്, ബട്ട് സ്റ്റിൽ ഷീ സേസ് ദാറ്റ് നാച്ചർ ഓൾസോ ഇൻസ്പയർഡ് ഹർ. പ്രകൃതിയും അവളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ പ്രകൃതിയോടും അവൾ എന്താണ്? ഇൻഡക്റ്റഡ് ആണ്. The birds, animals, trees, flowers, rocks and forest taught her many things. പക്ഷികൾ, മൃഗങ്ങൾ, കല്ലുകൾ എല്ലാം അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. ആൻഡ് her debt to readers and friends കഴിഞ്ഞില്ല. കടങ്ങളുടെ കണക്ക് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ഇനി അവൾ ആരോട് കടപ്പെട്ടിട്ടുണ്ട്? റീഡേഴ്സിനോട്, വായനക്കാരോട്, അവളുടെ ഫ്രണ്ട്സിനോട്. നോക്കൂ, the author tells her father that she also owes a debt to her readers. The author tells her father that. അച്ഛനോട് പറയുന്നുണ്ട് ഷീ ഓൾസോ ഓസ് ഡെറ്റ് ടു ഹർ റീഡേഴ്സ്. അവളുടെ റീഡേഴ്സിനോടും എന്ത് ചെയ്തിട്ടുണ്ട്? കടപ്പെട്ടിട്ടുണ്ട്. ഹൗ കം? എങ്ങനെയാണ് റീഡേഴ്സിനോട് കടപ്പെട്ടിരിക്കുക? നോക്കൂ, വിത്തൗട്ട് റീഡേഴ്സ് ഹെർ ബുക്സ് വുഡ് നോട്ട് ഹാവ് ബിക്കം സക്സസ്ഫുൾ ബിക്കോസ് ദേ റെഡ് ഹെർ ബുക്ക്, they talked about her book, they criticized her book, they distributed her books. അല്ലേ? അവർ വായിച്ച് മറ്റൊരാളോട് പറഞ്ഞിട്ടാണ് ആ ബുക്ക് എന്താവുന്നത്? സക്സസ്ഫുൾ ആവുന്നത്. ചിലപ്പോൾ ക്രിറ്റിസിസം ആയിരിക്കാം, ഇനി അല്ല പ്രൈസ് ആയിരിക്കാം. എന്തായാലും അത് ഏതെങ്കിലും ഒരു രീതിയിൽ അവളുടെ ഗ്രോത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, she thanks to the people who praised her. അവളുടെ പുസ്തകത്തെ, അവളുടെ എഴുത്തിനെ പ്രൈസ് ചെയ്ത മനുഷ്യരെ, പുകഴ്ത്തി പറഞ്ഞ മനുഷ്യരെ താങ്ക് ചെയ്യുന്നുണ്ട്. ക്രിട്ടിസൈസ് ചെയ്ത മനുഷ്യരെ, വിമർശിച്ച മനുഷ്യരെ താങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മേഡ് ഹെർ വർക്ക് നോൺ ഇൻ അതർ കൺട്രീസ്. അല്ലെ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഒരാള് നൊബേൽ പ്രൈസ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ പുസ്തകം മൾട്ടിപ്പിൾ ലാംഗ്വേജസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് റെഡ് ഹെർ ബുക്ക്. സോ അവളോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നന്ദി പറയുന്നുണ്ട്. ഷീ ഓൾസോ റിമെമ്പേഴ്സ് ഹെർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. അതിൻ്റെ കൂടെ അവളുടെ ഒരു ഫെയ്ത്ത്ഫുൾ ആയ, അവളുടെ അങ്ങേയറ്റം എന്താ പറയുക, ആത്മാർത്ഥ സുഹൃത്തിനെ, ഫെയ്ത്ത്ഫുൾ ആയ, ലോയൽ ആയ ഒരു ഫ്രണ്ടിനെ കൂടി ഓർമ്മിക്കുന്നുണ്ട്. അവളുടെ പേര് എസ്എൽഡേ എന്നായിരുന്നു. ഹെർ നെയിം വാസ് എസ്എൽഡേ. ആൻഡ് വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് എസ്എൽഡേ? ഹൂ സപ്പോർട്ടഡ് ഹെർ വെൻ അതേഴ്സ് ഡിഡ് നോട്ട്. മറ്റുള്ള ആളുകളൊക്കെ അവളുടെ കേപ്പബിലിറ്റിയിൽ, കപ്പാസിറ്റിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, ചോദ്യം ചെയ്ത സമയത്തൊക്കെ എസ്എൽഡേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഷീ വാസ് ഇൻഡക്റ്റഡ് ടു എസ്എൽഡേ ആസ് വെൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് ഡെറ്റ്, ഏറ്റവും വലിയ ഡെറ്റ്, ഏറ്റവും വലിയ കടം ആരോടാണ്? എനി ഗസസ്? പറയാൻ പറ്റുമോ ആരോടാന്നുള്ളത്? യെസ്, നൊബേൽ കമ്മിറ്റിയോടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ നൊബേൽ കമ്മിറ്റി ഹു സിലക്റ്റഡ് ഹർ ഫോർ ദ നൊബേൽ പ്രൈസ്. നോക്കൂ, ദ ഓതർ ദെൻ സേസ് ദാറ്റ് ഹെർ ഗ്രേറ്റസ്റ്റ് ഡെറ്റ് ഈസ് സ്റ്റിൽ ലെഫ്റ്റ്. ഓതർ പറയുന്നുണ്ട് അവളുടെ ഗ്രേറ്റസ്റ്റ് ഡെറ്റ് ഇപ്പോഴും എന്താണ്? ഇപ്പോഴും ബാക്കിയാണ്. ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഗ്രേറ്റസ്റ്റ് ഡെറ്റ് എന്താണ്? ഇപ്പോഴും ബാക്കിയാണ്. നോക്കൂ, she tells her father that she has received the Nobel Prize in Literature. അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് she has received the Nobel Prize in Literature, and finally she's disclosing the truth, or finally she's disclosing the happy news. എന്താണ്? She has received the Nobel Prize in Literature.
She says that the award is not only an honor. ശ്രദ്ധിച്ച് കേട്ടോണേ, അവൾ പറയുന്നുണ്ട് the award is not only an honor. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു ഓണർ മാത്രമല്ല, ഒരു ആദരവ് മാത്രമല്ല, ബട്ട് ഓൾസോ എ സൈൻ ഓഫ് ദി സ്വീഡിഷ് അക്കാദമീസ് ട്രസ്റ്റ് ഇൻ ഹർ. അതൊരു ഓണർ മാത്രമല്ല, അതായത് ഞാൻ എന്തോ വലിയ എഴുത്തുകാരി ആയതുകൊണ്ട് എന്നെ ആദരിക്കാം, ഉറപ്പായിട്ടും അത് തന്നെയാണ് ചെയ്തത്, പക്ഷെ അതൊരു ആദരവ് മാത്രമല്ല, പിന്നെയോ അവരുടെ ട്രസ്റ്റ് കൂടെയാണ്. അതായത് ഇത്രയും ഒരുപാട് റൈറ്റേഴ്സിൽ നിന്നാണ് 1909 ഷീ വാസ് സെലക്ടഡ് ആസ് ദ നോബൽ ലോറിയേറ്റ് ആൻഡ് ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ to receive Nobel Prize. So അതൊരു ട്രസ്റ്റ് കൂടിയാണ്. ആ അക്കാദമി അവളുടെ റൈറ്റിംഗ്സിൽ, അവളുടെ കേപ്പബിലിറ്റിയിൽ, അവളുടെ കപ്പാസിറ്റിയിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഷി ആസ്ക് her father how she can repay such a great debt. സോ ഇങ്ങനെയുള്ള ആ വലിയ ഡെറ്റ് ഞാൻ എങ്ങനെയാണ് റീപേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തിരിച്ചടക്കേണ്ടത്, എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. Her father's answer. Her father is filled with joy and tears. അവളുടെ അച്ഛൻ when he heard the news of Nobel Prize, he was kind of delighted. അദ്ദേഹം വളരെ അത്യധികം സന്തോഷവാനായിരുന്നു. Her father is filled with joy and tears. അദ്ദേഹം സന്തോഷ കണ്ണീർ, അല്ലെ, ആനന്ദം കൊണ്ട് കണ്ണീര് അണിയാണ്. He says that no one in heaven on earth can answer such a question. അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, എന്ത്, ഭൂമിയിലോ സ്വർഗത്തിലുള്ള ആർക്കും നിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയാണ് ഈ ഡെറ്റൊക്കെ റീപേ ചെയ്യുക എന്ന ക്വസ്റ്റ്യൻ ആർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. He says he is so happy about the Nobel Prize that he does not think about the debt. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, I'm extremely happy that my daughter has won the Nobel Prize in literature. So I don't think about the debt. So I'm not thinking about the debt. ഞാൻ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഡെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. For the time being, I'm not thinking about debt. Rather, I'm so happy, so delighted about the fact that my daughter has won the Nobel Prize in literature. So this is how the story reaches to a conclusion. We haven't discussed the conclusion. ഇങ്ങനെ ഈ കഥ അവസാനിക്കാൻ വേണ്ടി പോവാണ്. അത് ഈ കഥയുടെ അവസാനം ഒരു കുഞ്ഞ് ട്വിസ്റ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ മാജിക്കൽ റിയലിസം എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ വീണ്ടും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അടിപൊളിയായി, ഗംഭീരമായി, സിസ്റ്റമാറ്റിക്കായി മനസ്സിലായെങ്കിൽ ഒരു കുഞ്ഞ് നാച്ചു സ്മൈലി കമന്റ് ബോക്സിലിട്ട് സർ മനസ്സിലായി സർ, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ സെർവ് ആസ് എ പ്രോപ്പർ റിവിഷൻ ഫോർ യു. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രോപ്പർ റിവിഷനായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് കഴിഞ്ഞിട്ടില്ല, ദ ലാസ്റ്റ് പാർട്ട്, ദ കൺക്ലൂഷൻ, ദ ക്ലൈമാക്സ് നോക്കിക്കോളേ, ശ്രദ്ധിച്ചോളേ. യെസ്, സോ ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ വന്ന മുഴുവൻ ആളുകളും ഈ ലൈവ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇവിടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ലൈവ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും ഈ ലൈവ് കഴിഞ്ഞ ഉടനെ. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഈ ചാനലിലെ പബ്ലിക് ലൈവിലെ വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് ലൈവ്സ് ആയിരിക്കും. കാരണം വളരെ ലെങ്ത് കുറഞ്ഞ ലൈവ് ആയിരിക്കും. അത്രയും മതി. നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു, നോക്കൂ, ഞാൻ ഈ ലൈവിൻ്റെ തമ്പനായിട്ട് കൊടുത്ത് എന്താണ്, ഇനി ഈ ചാപ്റ്റർ എന്ത് ചെയ്യില്ല, നിങ്ങൾ മറക്കില്ല എന്നാണ്. സോ ഇനി നിങ്ങൾ മറക്കില്ല, അതെൻ്റെ ഉറപ്പാണ്. നോക്കൂ, conclusion. The author's imaginary conversation with a father comes to an end. So നമുക്കറിയാം ഇതൊരു ഇമാജിനറി കോൺവെർസേഷൻ ആണ്, ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സംഭാഷണമാണ്. ഇമാജിനറി കോൺവെർസേഷൻ സാങ്കല്പികമായ സംഭാഷണമാണ്. The author's imaginary conversation with a father comes to an end. അതൊരു അവസാനത്തിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിക്കണേ, അവിടുന്ന് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. She returns to her real speech. And addresses എന്ന് പറഞ്ഞാൽ എന്താണ്, സംസാരിക്കുന്നു. അതായത് ഒരു ഓഡിയൻസിനോട് സംസാരിക്കുക, ഒരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനാണ് നമ്മൾ അഡ്രസ് ചെയ്യുക എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ആം അഡ്രസ്സിങ് നൗ, അല്ലെ, ഞാൻ നിങ്ങളെ ഐ ആം അഡ്രസ്സിങ് യു നൗ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഷീ റിട്ടേൺസ് ടു ഹർ റിയൽ സ്പീച്ച്, അവളുടെ റിയൽ സ്പീച്ചിലേക്ക്, ആൻഡ് അഡ്രസ്സസ് ദ ഓഡിയൻസ് അറ്റ് ദ നൊബേൽ പ്രൈസ് സെറിമണി. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, ഉള്ളത് നൊബേൽ പ്രൈസ് സെറിമണിയിലാണ്. ബൾബ് കത്താത്തവർ ഇങ്ങോട്ട് നോക്കുക, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, നൊബേൽ പ്രൈസ് സെറിമണിയിലാണുള്ളത്. ആൻഡ് സം ഓഫ് യു മൈറ്റ് ബി തിങ്കിങ്, വാട്ട്, മനസ്സിലാവില്ല, നമ്മൾ ട്രെയിനിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. വി വേർ ഓൺ എ ട്രെയിൻ
traveling towards Stockholm, and from there we went to Paradise and have a imaginary conversation with father. But now you are saying നമ്മൾ നൊബേൽ പ്രൈസ് സെറിമണിയിലുള്ളത്. മനസ്സിലായോ? മനസ്സിലാവാത്ത ആളുകള്, അതായത് ഇത്രയും നേരം നമ്മുടെ സെൽമ ലാഗർലോഫ് ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു? നൊബേൽ പ്രൈസ് സെറിമണിയിൽ. അതായത് 1909 1909 സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് വാങ്ങാൻ എവിടെ പോയി? സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയിൽ പോയി, നൊബേൽ പ്രൈസ് കമ്മിറ്റിയിൽ പോയി. അവിടെ നിന്ന് നൊബേൽ പ്രൈസ് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്പീച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി, ഒരു കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാന ഭാഗത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, വി ആർ ഇൻസൈഡ് സ്വീഡിഷ് അക്കാദമി. നമ്മൾ നൊബേൽ പ്രൈസ് കമ്മിറ്റിയുടെ അകത്ത് നമ്മൾ സെൽമ ലാഗർലോഫിന്റെ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യെസ് ഓർ നോ? ഇപ്പൊ മനസ്സിലായോ? അതായത് ഇത്രയും നേരം നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്ന കഥയൊക്കെ ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? സെൽമ ലാഗർലോഫ് നൊബേൽ പ്രൈസ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ അവാർഡ് സെറിമണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതാണ് കാര്യം. ഓക്കെ, നോക്കൂ. ഷീ റിട്ടേൺസ് ടു ഹർ റിയൽ സ്പീച്ച് ആൻഡ് അഡ്രസ്സസ് ദ ഓഡിയൻസ് അറ്റ് ദ നൊബേൽ പ്രൈസ് സെറിമണി. She says that even her father could not tell her how to repay all her debts of gratitude. So എനിക്ക് ഒരുപാട് കടങ്ങൾ വീട്ടാനുണ്ട്. എങ്ങനത്തെ കടങ്ങളാണ്? നന്ദിയുടെ കടമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി, കൃതജ്ഞത എന്നൊക്കെയാണ്. സോ അവള് ആ നൊബേൽ പ്രൈസ് കമ്മിറ്റിയിലെ ആളുകളോട് പറയാണ്, ഈവൻ ഹെർ ഫാദർ കുഡ് നോട്ട് ടെൽ ഹെർ, എൻ്റെ അച്ഛന് പോലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഞാൻ ഈ നന്ദിയുടെ കടങ്ങൾ, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് റീപേ ചെയ്യേണ്ടത്. നിങ്ങളോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ റീപേ ചെയ്യണം, അതെങ്ങനെ തിരിച്ചു നൽകണം എന്ന് ഉത്തരം നൽകാൻ എൻ്റെ അച്ഛന് പോലും സാധിക്കുന്നില്ല. സോ ഷീ എക്സ്പ്രസസ് ഹെർ സിൻസിയർ താങ്ക്സ്. അതുകൊണ്ട് അവൾ അവളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്, സിൻസിയർ താങ്ക്സ് അറിയിക്കുകയാണ് ടു ദ സ്വീഡിഷ് അക്കാദമി. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വീഡിഷ് അക്കാദമി, സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് നൊബേൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്? അവാർഡ് ചെയ്യുന്നത്. സോ ആ സ്വീഡിഷ് അക്കാദമിയിലെ എല്ലാ മെമ്പേഴ്സിനോടും അവളുടെ സിൻസിയർ താങ്ക്സ് പറയാണ് ഫോർ ദ ഓണർ ദേ ഹാവ് ഗിവൺ ഹെർ. സോ അവർ ബെസ്റ്റോ ചെയ്ത, ഓണർ ചെയ്ത, അവൾക്ക് സമർപ്പിച്ച ഓണറിന്, ആദരവിന് അവൾ നന്ദി പറഞ്ഞു. ഒക്കെയാണല്ലോ. She ends a speech by inviting everyone to join her in a toast. സോ അവൾ എന്ത് ചെയ്യാണ്? അവളെല്ലാവരും അവളോട് ഒരു ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല ബിയറോ ഷാമ്പെയിനോ അല്ലെ? അവൾ എന്ത് ചെയ്യും? ഇതാണ് ടോസ്റ്റ്. ഓക്കെ, ടോസ്റ്റ്, ചിയേഴ്സ് നമ്മൾ പറയില്ലേ, അതാണ് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവൾ എന്ത് ചെയ്യാണ്? അവൾ അവിടെയുള്ള എല്ലാവരെയും ഒരു ടോസ്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. ഷീ ends a speech by inviting everyone to join her in a toast to the Swedish Academy. So thank you everybody. Cheers. അതാണ് എന്ത്? ഇൻവൈറ്റിംഗ് എവ്രിബഡി ടു എ ടോസ്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ സ്റ്റോറി എൻഡ്സ്. സോ കാര്യം കൃത്യമായി മനസ്സിലായ ആളുകൾ, സർ മനസ്സിലായി സർ, ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു കഴിഞ്ഞു, കൃത്യമായി സബ് ടോപ്പിക്കുകൾ വെച്ച് ഓർമ്മിച്ച് വെക്കാനുള്ള എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. സോ ഓക്കെ ആണോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടുക. ആൻഡ് ഇതൊരു കുഞ്ഞു ലൈവാണ്. ആൻഡ് ഈ ലൈവിന്റെ ഉദ്ദേശം, ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഈ ചാപ്റ്റർ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചാപ്റ്റർ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരിക എന്നുള്ളതായിരുന്നു. കൺസിഡറിങ് ദാറ്റ് അവർ എക്സാമിനേഷൻ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ, നമ്മുടെ പരീക്ഷ വളരെ എടുത്തെത്താറായിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഹാഫ് എ ഡേ കഴിഞ്ഞപ്പോൾ അതുപോലെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയ റിയാലിറ്റിയും ഫാൻറ്റസിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ആളുകളോട് ഉൾപ്പെടെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായിരുന്നു എന്നൊന്ന് കമന്റ് ബോക്സിൽ പറയണം. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ലൈവ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര സമയം എടുത്തു ഈ ലൈവ് തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ് നമ്മൾ മാക്സിമം എടുത്തു. ആ സമയം കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തരുന്നത്, മനസ്സിലാക്കിയത്. ആൻഡ് ദിസ് ഈസ് സംതിങ് ഐ ജെനുവൻലി റിക്വസ്റ്റ് യു ടു ഡു. എന്താണ്? ഫീഡ്ബാക്സ് പറയൂ. എന്താണ് നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ആൻഡ് നിങ്ങൾക്ക് ഈ ലൈവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സോ നമ്മൾ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു എവ്രിബഡി ഫോർ വാച്ചിങ്. സോ നിങ്ങളോട് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയേണ്ടത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയാണ്. Xylemത്തിൻ്റെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് Xylemത്തിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ബാച്ചാണ് Xylem നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിഞ്ച ബാച്ചിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും വളരെ ഡീറ്റെയിൽഡായി സിസ്റ്റമാറ്റിക്കായി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എക്സാംസ് വരെ നമ്മൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിത്തത്തെ കാണുന്നൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് Xylemത്തിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ക്ലാസ് 9 Xylem നിഞ്ച ക്ലാസ് 9 സ്റ്റേറ്റ് ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനിയല്ല അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൃത്യമായൊരു ഡയറക്ഷൻ പറഞ്ഞു തരണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് 9995400800 എന്ന നമ്പറിൽ 99954040 ഓക്കെ, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മറ്റൊരു ദിവസം വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ച് സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രിബഡി. ഹസ്ത ലവിസ്ത. ആൻഡ് ഹസ്ത ലവിസ്ത എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ടേം ആണ്. അതിൻ്റെ അർത്ഥം സീ യു സൂൺ, വീണ്ടും കാണാം എന്നാണ്. ഹസ്ത ലവിസ്ത എവ്രിവൺ.